വിലായത്ത് ബുദ്ധയിലെ ഈ ക്യാരക്ടർ, ഈ പറയുന്ന ഇന്ദുഗോപൻ, അയാൾ ഇരിക്കുന്നത് എങ്ങനെയായിരിക്കണം, നിൽക്കുന്നത് എങ്ങനെയായിരിക്കണം, നടക്കുന്നത് എങ്ങനെയാണ്, സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കണം, ഇതെല്ലാം വ്യക്തമായിട്ട് ആ കഥാപാത്രത്തിലൂടെയും അതിലെ മറ്റ് കഥാപാത്രങ്ങളിലൂടെയും ഭാസ്കരൻ മാഷിനെ കുറിച്ച് കൃത്യമായ ഒരു രേഖാചിത്രം തന്നെ മറ്റുള്ള ഏത് കഥാപാത്രത്തെ അപേക്ഷിച്ച് ഭാസ്കരൻ മാസ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഇന്ദുഗോപൻ. പിന്നെ അതിനകത്ത് അത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഭിനയിക്കാനൊന്നും ഇല്ല അതിനകത്ത്. പക്ഷെ അതിൽ നടപ്പ്, അതായത് ബീഫ് കഴിച്ചതിന് ശേഷമുള്ള നടപ്പ്, അതാണ് ആ ക്യാരക്ടറിന്റെ ദുർബലത കാണിക്കുന്നത്. അവിടെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു സുപ്രീമസി മറ്റേയാൾക്ക് കിട്ടും എന്ന് തോന്നുകയും ഈ വിലായത്ത് ബുദ്ധ അടിച്ചു മാറ്റപ്പെടും എന്ന് തോന്നുന്നതും ആ സ്പേസിൽ മാത്രമാണ്. അതുവരെ അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെ നമുക്ക് തോന്നുന്നുണ്ട്, അത് തോന്നിപ്പിക്കണമുണ്ട്. അല്ല, അത് ആ ബീഫ് തിന്നുമ്പോഴും ഉണ്ടല്ലോ. ബീഫ് തിന്നുമ്പോൾ ഇയാൾക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത്, ഈ ബീഫിനകത്ത് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും മറ്റേ ഇവൻ മോൻ പോവുകയാണെന്ന് പറയുമ്പോൾ, ഓ നീ പോവുകയാണല്ലേ, അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവുള്ളൂ, നീ ഒരുക്കം, സാരമില്ല, നീ പോയിട്ട് പോവാ. ഇങ്ങനെയല്ല ഡയലോഗ്, പറഞ്ഞാൽ അത്രേ ഉള്ളൂ, നീ പോയിട്ട് പോവാ, കുഴപ്പമില്ല, നീ പോയാലും ഇവിടെ എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അയാളുടെ ഡിറ്റർമിൻഡ് ആണ് ആ ക്യാരക്ടർ. അതാ ഞാൻ പറഞ്ഞു, ഓരോ ഡയലോഗിലാണെങ്കിൽ എന്താണെങ്കിലും അയാളുടെ ഭാവമായ, നമുക്ക് എപ്പോഴും ഒരു ക്യാരക്ടറിനൊരു സ്ഥായിയായ ഭാവം ഉണ്ടാവും. നമ്മളൊരു സീനിലുണ്ടാകുന്ന ഭാവമല്ലാതെ ഒരു സ്ഥായിയായ ഭാവം ഉണ്ടാവും, ഇല്ലേ? ഒരു വ്യക്തിയാകുമ്പോൾ ഇപ്പോൾ രജനീഷിനെതിരായ ഒരു സ്ഥായിയായ ഭാവമുണ്ട്, ഷമ്മി തിലകനായ എനിക്ക് ഷമ്മി തിലകൻ്റെതായ ഒരു ഭാവമുണ്ട്. അതല്ല ഒരിക്കലും എന്താണ് നമ്മുടെ ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു ഭാവം എന്ന് പറയുന്നത്.